കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 തിരഞ്ഞെടുപ്പിൽ ആ 11-ൽ 9 ഇടങ്ങളിലും വിജയിച്ചത് LDF ആയിരുന്നു. CPM-ന് അപ്രമാദിത്യ മേൽക്കൈയുള്ള പയ്യന്നൂരും മട്ടന്നൂരും തളിപ്പറമ്പും തലശ്ശേരിയും കല്യാശ്ശേരിയിലും വലിയ ഭൂരിപക്ഷത്തിൽ അവർക്കവിടെ വിജയിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന 11-ൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് UDF-നായിരുന്നു. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും തലശ്ശേരിയിലും 10,000-നും അതിനു മുകളിലും വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നുണ്ടായിരുന്നുവെങ്കിലും ഇടതുകോട്ടയായ മട്ടന്നൂരിലും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും വലിയ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. ഈ രണ്ട് മണ്ഡലങ്ങളിലും 2,500-ന്റെയും 3,000-നും ഇടയിലുള്ള നേരിയ ഭൂരിപക്ഷം മാത്രമാണ് CPM സ്ഥാനാർത്ഥിയായ MV ജയരാജന് ലഭിച്ചത്. 2021-ലെ 11 സീറ്റുകൾക്ക് പുറമെ ശൈലജ ടീച്ചറിലൂടെ പേരാവൂർ കൂടി പിടിച്ചെടുക്കാൻ CPM-ഉം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയ 6 മണ്ഡലങ്ങളും ഒപ്പം പയ്യന്നൂരും പിടിച്ചെടുത്ത് കണ്ണൂരിൽ ചരിത്ര നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ലീഗും ഉൾപ്പെടുന്ന UDF കണക്കുകൂട്ടി കരുക്കൾ നീക്കുന്നത്. ഇരിക്കൂറിനും പേരാവൂറിനും ഇളക്കം തട്ടില്ലെന്ന ഉറപ്പവർക്കുണ്ട്. അതോടൊപ്പം കണ്ണൂരും അഴീക്കോടും ഉറപ്പായും ഇത്തവണ ഉറപ്പാക്കും എന്ന ആത്മവിശ്വാസവും UDF ക്യാമ്പിനുണ്ട്. ഈ 4 സീറ്റുകൾക്ക് പുറമെ തളിപ്പറമ്പും പയ്യന്നൂരും കൂത്തുപറമ്പും കൂടി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് ഈ 3 മണ്ഡലങ്ങളിലും അവർ നടത്തുന്നത്. പയ്യന്നൂരിലെ MLA V മധുസൂദനനെതിരെ മുൻ സഹപ്രവർത്തകനായ കുഞ്ഞികൃഷ്ണൻ ആരോപിച്ച അഴിമതി ആരോപണം വോട്ടർമാർ കുഞ്ഞികൃഷ്ണന് അനുകൂലമായി വോട്ടാക്കിയാൽ ഇത്തവണ ഒരുപക്ഷെ പയ്യന്നൂരും UDF-നൊപ്പം പോന്നേക്കും. കണ്ണൂരിൽ LDF-ഉം UDF-ഉം പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടി മത്സരിക്കുമ്പോൾ പാർട്ടി വോട്ടുകളും ഇരു മുന്നണികളോടുമുള്ള വിരോധ വോട്ടുകളും പെട്ടിയിലാക്കി 2031-ലെ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് BJP ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്.